ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണിത്. ഏകദേശം 11 മാസമായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ച ദൈവത്തിന്റെ വലിയ ഒരു ഭക്തന്റെയും തന്റെ കുടുംബത്തോടൊപ്പമാണ് ഇന്ന് പറയുന്നത്. ബാംഗ്ലൂരിൽ ഞാനെത്തി. ഡോക്ടർ CV ജോൺ, അദ്ദേഹത്തിന്റെ വൈഫ് ലാലിയാൻഡി. ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, അതായത് 1964 മണിപ്പൂരിലെ മിഷണറിയായി പോയ ഒരു വലിയ ദൈവഭക്തനാണ് അദ്ദേഹം. മണിപ്പൂരിലെ കോൺഫ്ലിക്ട് നമ്മൾക്കറിയാം. ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ നമ്മൾ അവിടെയുണ്ട്. പല നിലകളിൽ അവിടെയുള്ള ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നു. ഞാൻ മണിപ്പൂരിലെ പല ഗ്രാമങ്ങളിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ ധാരാളം പ്രായമുള്ളവർ എന്നോട് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. നിങ്ങളുടെ നാട്ടുകാരൻ ഒരു മലയാളി, ഒരു പാസ്റ്റർ ജോൺ ആണ് ഞങ്ങളോട് സുവിശേഷം പറഞ്ഞത്, ഞങ്ങളെ സ്നാനപ്പെടുത്തിയത്. അപ്പൊ മലയാളിയായി ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയി. അപ്പൊ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ദൈവമേ, ഇന്നേകദേശം 60 വർഷങ്ങൾക്ക് മുമ്പ് മണിപ്പൂരിൽ മിഷണറിയായി വന്ന് ആയിരക്കണക്കിന് മണിപ്പൂരിലെ നാഗാസിനെയും കുക്കീസിനെയും മെയ്റ്റേയും കർത്താവിന് വേണ്ടി നേടിയ എന്റെ നാട്ടുകാരനായ അങ്കിൾ എനിക്ക് കാണുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഹൂസ്റ്റണിൽ താമസിക്കുന്ന എന്റെ പ്രിയ സുഹൃത്ത് പാസ്റ്റർ ജേക്കബ് മാത്യു എന്നോട് പറഞ്ഞു, എന്റെ ഡാഡിയുടെ ഫസ്റ്റ് കസിൻ ഒരു ഡോക്ടർ CV ജോൺ, ഹി വാസ് ഇൻ മണിപ്പൂർ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന CV ജോൺ സാറാണ്. ചുരുക്കി പറഞ്ഞാൽ ജേക്കബ് മാത്യു നമ്പർ തന്നു. ചില മാസങ്ങൾക്ക് മുമ്പ് ടെലിഫോണിൽ കൂടെ ഞങ്ങൾ സംസാരിച്ചു, കണക്റ്റഡായി, പല പ്രാവശ്യം ടെലിഫോണിക് കോൺവെർസേഷൻ നടത്തി. ഇന്ന് ഒരു വെഡിങ് അറ്റൻഡ് ചെയ്യുവാൻ ഞാൻ ബാംഗ്ലൂരിൽ വന്നപ്പോ തിരക്ക്, സാറും ലാലിയാൻഡിയും ദേവർ സോ ബിസി. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ എന്റെ വീട്ടിൽ കൈക്കൊണ്ടു. ദൈവത്തിന് നന്ദി പറയുന്നു. 60 വർഷം മണിപ്പൂരിൽ ആയിരങ്ങളെ നേടിയ ഒരു വലിയ അപ്പോസ്റ്റൽ നമ്മോടുകൂടെയുണ്ട്. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. I give all the glory and honor to Lord Jesus Christ, who made this day to meet both of them, to be with both of them. I thank God. Lord Jesus, give you all glory. എല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാവരും ഡോക്ടർ ജോൺ CV ജോണിനെയും ലാലിയാൻഡിനോട് പ്രാർത്ഥിക്കണം. 2 മക്കളുണ്ട്. അവർ 2 മക്കളും കുടുംബമായി അമേരിക്കയിൽ പാർക്കുന്നു. ഇന്ന് ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസ്, ബർമ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, ആൻഡമാൻസ് നിക്കോബാർ ദ്വീപ്, മെനി അതർ കൺട്രീസ്, ഇവർക്ക് ധാരാളം ചർച്ചസ് ഉണ്ട്, ട്രെയിനിങ് സെന്റേഴ്സ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, ഞാൻ 1969 എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, അങ്കിള് 1964 മണിപ്പൂരിൽ മിഷണറി ആയിട്ടെത്തി. ഇപ്പൊ 60 വർഷം കംപ്ലീറ്റ് ചെയ്യും. അങ്കിളിന്റെ ബിലോഡ് വൈഫ് മിസോറാം എന്നുള്ള ലാലിയാൻഡിയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ മണിപ്പൂരില് ഈ കോൺഫ്ലിക്ട് തുടങ്ങിയതിനു ശേഷം കണ്ടിന്യൂസ്, ഇപ്പൊ ഈ ഒരു വിത്തിൻ 1 ഇയറിൽ ഞാൻ 13 പ്രാവശ്യം അനുഭവിച്ചു. നമ്മുടെ ധാരാളം സന്നദ്ധ പ്രവർത്തകർ, പാസ്റ്റേഴ്സ് അവിടെയുണ്ട്. അപ്പൊ എന്നോട് എന്റെ ബോധ്യം ശരി, 100 കണക്കിന് ആൾക്കാർ പറഞ്ഞു, നിങ്ങളുടെ കേരളക്കാരനായ CV ജോൺ എന്ന് പറയുന്ന ഒരു പാസ്റ്ററാണ് സുവിശേഷം ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളെ സ്നാനപ്പെടുത്തിയത്. അന്ന് പോലും ഞാൻ കാണാൻ ആഗ്രഹിച്ചു. അപ്പൊ എങ്ങനെയാണ് ഒരു അനുഭവം, എങ്ങനെയാണ് അവിടെ പോകാൻ പറ്റിയത്, എങ്ങനെ ഇതൊക്കെ സാധിച്ചു ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്? പ്ലീസ് ഒന്ന് പറഞ്ഞു. Yeah, praise the Lord for this opportunity. It was in the year 1952, October 11, the Lord by His grace saved me when I was only 10 years old. And then I was a student at the Union Biblical Seminary. And then I had the undying desire to go to a place where gospel never preached. And so, in 1964, the Lord led me from South India to Manipur. And I traveled through Barak River for two days and 1 night in a small boat, rowing boat, and finally went to Mizoram border. That was the beginning. മിസോറമില് ആണ് ആദ്യമായിട്ട് ഞാൻ നടന്ന് പോകാനിടയായത്. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞാണ് ഞാൻ മണിപ്പൂരിൽ എത്താനിടയായത്. അതെല്ലാം കാൽനടയായിട്ടുള്ള യാത്ര തന്നെ ആയിരുന്നു. അന്ന് റോഡില്ല, മോട്ടോർ സൈക്കിൾ പോലും പോകാനുള്ള സൗകര്യമില്ല, ജീപ്പബിൾ ഫെസിലിറ്റി ഇല്ല. 3 ദിവസം, 4 ദിവസം, 5 ദിവസം നടന്ന് മല കയറി വനത്തിൽ കൂടെ നടക്കുകയും
വനത്തിൽ തന്നെ കിടന്നുറങ്ങുകയും അവിടെ വനത്തിൽ തന്നെ കുക്ക് ചെയ്യുകയും അങ്ങനെയാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്കിൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ? എപ്പോഴും എന്റെ കൂടെ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടുത്തെ ആളുകളെ ഞാൻ വിളിക്കുമായിരുന്നു. അങ്ങനെയാണ് പോയിക്കൊണ്ട് ഇരുന്നത്. എന്തുകൊണ്ടാണ് ഈ മലമ്പ്രദേശങ്ങളിൽ ദൈവം എനിക്ക് ഭാരം തന്നത്? ബിക്കോസ് ഐ ഹാഡ് എ ഡിസയർ ഐ ഷുഡ് ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ വേർ there is no gospel of new birth preached. So in 1965, when I went to Mizoram and Manipur, even though many people were either Presbyterian or Baptist Christians, ഈ സഭകളെല്ലാം കാണാൻ വളരെ നല്ലത്, നല്ല ക്വയർ, നല്ല അഡ്മിനിസ്ട്രേഷൻ, പക്ഷേ രക്ഷിക്കപ്പെടണം, അതിന്റെ ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ള സുവിശേഷം അവർ കേട്ടിട്ടില്ലായിരുന്നു. ദൈവകൃപയാൽ സുവിശേഷം ആ വിധത്തിൽ പ്രസംഗിക്കാത്ത ആദ്യത്തെ ആളാണ് ഞാൻ. മണിപ്പൂരിലും മിസോറമിലും നാഗാലാൻഡിലും ആ ഏരിയയിൽ എല്ലാം തന്നെ വീണ്ടും ജനനം ആഴത്തിൽ പഠിപ്പിച്ച ആദ്യത്തെ മിഷണറിയാണ്. അതെ അതെ അതെ. അവിടെയുള്ള ഏത് മിഷണറിയെക്കാട്ടിൽ കൂടുതൽ യാത്ര ചെയ്ത ആളും ഞാനാണ്. ഏത് ഹിൽസ് എവിടെയാണ്, എത്ര ദൂരം എന്നോട് ചോദിച്ചാൽ എനിക്കറിയാം. അവിടുത്തെ ആളുകളോട് ചോദിച്ചാൽ പോലും അത് ശരിക്കും അറിയത്തില്ല. അച്ഛാ, ഞാനൊരു മലയാളിയായിരുന്നു. ഞാൻ നോർത്ത് ഇന്ത്യൻ മിഷണറിയാണ്. എനിക്ക് ഒത്തിരി അഭിമാനം തോന്നുന്നു. അച്ഛനോടും ആന്റിയെ ഓർത്ത് ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് ഞാൻ നെക്സ്റ്റ് മന്ത് അഗൈൻ ഐ വിൽ കം, വരും. നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. ഒരു ലോങ് ഇന്റർവ്യൂ നടത്തുന്നതായിരിക്കും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. വളരെ സന്തോഷം, വളരെ സന്തോഷം. ലാലിയും ഞാനും പാസ്റ്ററെ കാണാൻ സാധിച്ചതിൽ. എന്നാൽ ഞാനും ഏകദേശം 1 വർഷമായില്ല കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഇപ്പോൾ ഇവിടെ വന്നതിലും കണ്ടതിലും ഇങ്ങനെ ഫെലോഷിപ്പ് ആയതിലും വളരെ വളരെ സന്തോഷം. ആൻഡ് ഗോഡ് വിൽ ബ്ലസ് യു ആൻഡ് ഐ ഹോപ്പ് ആൻഡ് ലുക്ക് ഫോർവേഡ് ഫോർ ദ ഡേ വി ക്യാൻ ഹാവ് എ longer discussion together. And if by any means, if people can be challenged to reach the unreached and to train the untrained, so that multitude of people which no man could number will be added to the kingdom of God because of you and me and the ministry that we represent. Amen. Thank you. Amen. Thank you. God bless you.